കനത്ത മഴയിൽ വയനാട് ബത്തേരി കല്ലുമുക്കിലും പനമരം മലങ്കരയിലും വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണു. വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? അനുജ, ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് വയനാടിന്റെ പല ഭാഗങ്ങളിലും. സുൽത്താൻ ബത്തേരി മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ റോഡിന് കുറുകെയും വീടിന് മുകളിലേക്കും മരങ്ങൾ വീണു. കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സമീപത്തെ ഉന്നതികളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബത്തേരി പനമരം റോഡിൽ മരം വീണു. താഴെ അരിവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ് മരം വീണ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബത്തേരി കല്ലുമുക്ക് മംഗലത്ത് കുര്യാക്കോസിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും വയനാട് പനമരം മലങ്കരയിൽ ഷാജി വല്ലാട്ടുപറമ്പിലിന്റെ വീടിന് മുകളിലേക്ക് മരം വീഴുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വയനാട് തലപ്പുഴ മക്കിമല റോഡിൽ മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കുമ്പളേരി കാരങ്കുലിയിൽ റോഡിന് കുറുകെ മരം വീണു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് മാനന്തവാടി സർവാണിക്കൊല്ലി ഉന്നതിക്ക് സമീപം ഇന്ന് രാവിലെ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരുനെല്ലി കോളിത്താർ ഉന്നതിയിലെ സജി എന്ന 28-കാരന്റെ മൃതദേഹമാണ് ഇത് എന്നുള്ള ആണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പോലീസ് എത്തി, അതായത് തിരുനെല്ലി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യമാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. അനുജ, വയനാട്ടിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. ബത്തേരി കല്ലുമുക്കിലും പനമരം മലങ്കരയിലും ഒക്കെ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്നു എന്ന വാർത്തയുണ്ട്. തെങ്ങ് വീണു, ഒപ്പം തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം. ഇതെല്ലാമാണ് വയനാട് ജില്ലയിലെ സാഹചര്യം. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.